ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈക്കു രണ്ടാമത്തെ പാഠത്തിലുള്ള ആദ്യത്തെ ഹൈക്കു പരിചയപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ളത് രണ്ടാമത്തെ ഹൈക്കു ആണ്. രണ്ടാമത്തെ ഹൈക്കു എഴുതിയിട്ടുള്ളത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. അപ്പോൾ എഴുതിയ ആളുടെ പേരും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ഹൈക്കു എഴുതിയിട്ടുള്ളത് ഗോപാൽ ബാബു ശർമ്മ. ഹൈക്കു നോക്കാം. പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഢാപ്പേ കി ദിക്തി നഹി. എന്താണ് പിതാനെ ഡൂണ്ടി? ഡൂണ്ടി എന്ന് വെച്ചാൽ അന്വേഷിക്കുക. എന്താണ് അന്വേഷിക്കുന്നുണ്ടാവുക? ലാഠിയാം ബുഢാപ്പേക്ക്. ലാഠിയാം എന്ന് വെച്ചാൽ വടി, അല്ലെങ്കിൽ ബുഢാപ്പേക്ക് ലാഠിയാം എന്ന് പറഞ്ഞാൽ വയസ്സ് കാലമാവുമ്പോൾ നമ്മൾ വടി, എന്താണ് ഊന്നൽ വടി എന്നെല്ലാം പറയില്ലേ, അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത്. ദിക്തി നഹി, അത് കാണാനില്ല. അപ്പം അച്ഛൻ അന്വേഷിക്കുകയാണ്, വയസ്സാം കാലത്ത് ആശ്രയമാവുന്ന ആ വടിയെ അന്വേഷിക്കുകയാണ്, പക്ഷെ അതെവിടെയും കാണുന്നില്ല. എന്തായിരിക്കും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വേർഡ് മീനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആഴത്തിലുള്ള മീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് വയസ്സായവരുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു അകേലാപ്പൻ, ഒറ്റപ്പെടൽ. ഓക്കെ, അപ്പോൾ വയസ്സാകുന്ന സമയത്ത് എന്താണ്, ഒരു ആശ്രയം വേണം. അപ്പോൾ ഇവിടെ പിതാവ് എന്താണ് ആശ്രയം? വടി ആശ്രയം എന്ന് പറയുമ്പോൾ ആ വടി ഒരു മകനോ മകളോ ആയിരിക്കാം. അപ്പോൾ മനുഷ്യ ജീവിതത്തിലേക്ക് മാറുന്ന സമയത്ത് ഊന്നുവടി ആകണം എന്ന് പറയുന്നത് നമ്മളുടെ കൂടെയുള്ളവരായിരിക്കാം. പക്ഷേ അവരെ ഇവിടെ കാണാനില്ല. അതായത് ഊന്നുവടി ആവണം എന്ന് പറയുന്നത് ആശ്രയമാകേണ്ട അവരെ ഇവിടെ അന്വേഷിച്ചിട്ട് കാണാനില്ല. അപ്പോൾ ഈ ഒരു 3 വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ, വയസ്സായവരുടെ ഒറ്റപ്പെടൽ, അവരുടെ ഒരു അകേലാപ്പൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. പിതാജി അന്വേഷിക്കുകയാണ് ആ ഒരു ഊന്നുവടിയെ, വയസ്സാം കാലത്ത് ആശ്രയമാകേണ്ട ഊന്നുവടിയെ അന്വേഷിക്കുകയാണ്, പക്ഷെ അതെവിടെയും ദിക്തി നഹി, കാണാനില്ല. അപ്പം ഒറ്റപ്പെട്ടു അല്ലേ? ഒറ്റപ്പെട്ടത് കൊണ്ടായിരിക്കും അത് കാണുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ വടി എന്ന് പറയുന്നത് മകളെയോ മകനെയോ ആയിരിക്കാം. അപ്പോൾ വയസ്സായ അവർക്ക് ആരും തന്നെ ആശ്രയമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ഒരു ഹൈക്കുവിലൂടെ കാണാൻ പറ്റുന്നത്. അവരുടെ ഒരു ഒറ്റപ്പെടൽ. ഹിന്ദിയിൽ ഒറ്റപ്പെടലിന് അകേലാപ്പൻ എന്നാണ് പറയുക. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ലാഠിയാം ബുഢാപ്പേ എന്ന് പറയുന്നത് വയസ്സാം കാലത്തെ ആശ്രയം. ഒരു വടിയല്ല, അർത്ഥം വടിയാണെങ്കിലും അതിലൂടെ കവി നമ്മളോട് പറയുന്നത് ആശ്രയമാകേണ്ട വ്യക്തികൾ കൂടെയില്ല എന്നൊരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഹൈക്കു വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കവിനെ പറ്റി ഒന്ന് നോക്കാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. डॉक्टर गोपाल बाबू शर्मा का जन्म उत्तर प्रदेश के अलीगढ़ में हुआ. ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് അദ്ദേഹം ജനിച്ചത്. വേ ശ്രീ वार्ष्णेय पोस्ट ग्रेजुएट कॉलेज अलीगढ़ के हिंदी विभाग में रीडर थे. അലിഗഡിലെ ഹിന്ദി വിഭാഗ് റീഡർ കൂടി ആയിരുന്നു. सरहदों ने जब पुकारा मोती कच्चे धागे में काफिले रोशनी के महगे हर सिगर आदि उनकी प्रमुख कृतियाँ हैं. ഈ പറഞ്ഞ 4 അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതികളാണ്. അപ്പോൾ കൃതികളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. അതിലെല്ലാം ഓർത്ത് വെക്കണമെന്നില്ല, എന്നാലും നമ്മൾ ഹൈക്കുവിൻ്റെ ആശയം എന്തെങ്കിലും എഴുതാൻ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമുക്കത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ജനനം ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ രണ്ടാമത്തെ ഹൈക്കുവിൽ. അപ്പോൾ രണ്ടാമത്തെ ഹൈക്കു വാർദ്ധക്യത്തിലെ ആശ്രയം എന്നൊരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വയസ്സാം കാലത്ത് ആശ്രയമാകേണ്ട ആളുകളെ ഇപ്പോൾ എവിടെ കാണുന്നില്ല, അരികിൽ കാണുന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് ഡിസംബർ 4, 1932 അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഹൈക്കുവിനെ പറ്റി എഴുതുന്ന സമയത്ത് ഇതെല്ലാം അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനിയും
അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ മലയാളം നോട്ട്, ഹിന്ദിയുടെ അർത്ഥം മലയാളത്തിൽ വേണമെന്നുള്ള ആളുകളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹിന്ദിയിലെ വാക്കുകൾ നമുക്ക് പലപ്പോഴും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം എക്സാമിന് വരുമ്പോൾ നമുക്ക് ആൻസർ അറിയാമെങ്കിൽ കൂടി നമുക്കത് എഴുതാൻ വേണ്ടി പറ്റില്ല, കാരണം അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആൻസേഴ്സിൻ്റെ മലയാളവും ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വേണ്ട കൂട്ടുകാർ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.